ശരി, ഇപ്പോൾ ഈ 4.99 ആണെങ്കിൽ കൂടി സ്പോൺസർഷിപ്പ് തുകയിൽ തികയുകയുമില്ല. ശ്രീ അനിൽ വിളയിൽ, അങ്ങനെ വരുമ്പോൾ അവിടെയും കണക്ക് ശരിയാകുന്നില്ലല്ലോ. അവിടെ ഒന്നുകിൽ സർക്കാർ സഹായിക്കേണ്ടി വരും, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. കാരണം 4 കോടിയാണല്ലോ സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയെന്ന് പറയുന്നത്. പക്ഷേ 4.99 കോടി കുറഞ്ഞ ചെലവെന്ന രീതിയിൽ ഞങ്ങൾ അത്രേ അപ്രൂവ് ചെയ്യുന്നുള്ളൂ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇന്ന് ഒരു കണക്ക് പുറത്ത് വിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത യോഗത്തിൽ ഇത് അപ്രൂവ് ചെയ്യുമായിരിക്കും. അങ്ങനെ വരുമ്പോഴും അവിടെ ഷോർട്ടേജ് വന്നു, ദേവസ്വം ബോർഡിൽ നിന്ന് പണം ഇറക്കണം. അതാണോ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾ ഇനിയും സ്പോൺസർഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന്? അതെ മഞ്ജുഷ, എനിക്ക് ഇന്നലത്തെ നമ്മളുടെ ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുള്ള ജയകുമാർ IAS പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൂടി പോയി കഴിഞ്ഞു. ഇപ്പോൾ മഞ്ജുഷിന്റെ ചാനലിൽ ഇന്നൊരു പരിപാടി നടത്തുകയാണ്. ആ പരിപാടിക്ക് സ്പോൺസർമാരെ കിട്ടിയില്ല എന്ന് കരുതിക്കോളൂ. നാളെ ഒരു സ്പോൺസറെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് അവർക്ക് കൊടുക്കാൻ ഒക്കുവോ മഞ്ജുഷേ? എന്തൊരു വിഡ്ഢിത്തമാണ് ജയകുമാർ സാർ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും ആർക്കും വിശ്വസിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലേ അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുകയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് സ്പെഷ്യൽ കമ്മീഷണർ ഒപ്പിട്ട ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ഒപ്പിട്ടൊരു കണക്കിനനുസരിച്ച് അതിനകത്തെ പാർട്ട് H-ല് ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് 25 ലക്ഷം രൂപ. ആരെയാണ് ബ്രാൻഡ് ചെയ്തത്? അയ്യപ്പ ഭഗവാനെയാണോ? അതോ നാടുനീള ഹോർഡിംഗ് വെച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയുമാണോ ബ്രാൻഡ് ചെയ്തത്? അയ്യപ്പനെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. ഇതിൽ കൂടി എമൗണ്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇവര് ബില്ല് കൊടുത്തിരിക്കുന്നത് 64 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷേ 25,20,000 64,20,000 അതിൽ 25 ലക്ഷമേ അപ്രൂവ് ചെയ്യൂ എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് നടക്കുമെന്ന് കണ്ടറിയാം. ഇത് ആരെ ബ്രാൻഡ് ചെയ്യാനാണ്? അടുത്തൊരു കാര്യം, 4100 പ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ, കിറ്റുകൾ അവിടെ തയ്യാറാക്കി. മഞ്ജുഷ, നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുന്ന ആൾക്കാരാണല്ലോ. ഒരു ഭക്തൻ ഒരു രസീതും പ്രകാരം വഴിപാട് നടത്തി കഴിയുമ്പോഴാണ് അയാൾക്ക് പ്രസാദം കിട്ടുന്നത്. ആ പ്രസാദം നമ്മൾ വളരെ ദിവ്യമായി വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ്. നമ്മളുടെ പേരും നാളും പറഞ്ഞാണ് നമ്മൾ അവിടെ വഴിപാട് നടത്തുന്നത്. അപ്രകാരം കിട്ടുന്ന പ്രസാദം ഇവിടെ 4100 ആൾക്കാർക്ക് ആവശ്യമായിട്ട് എന്താ തയ്യാറാക്കി കൊടുത്തത്? അപ്പം, അരവണ, വിഭൂതി, ആടിയ ശിഷ്ടം, നെയ്യ്. ഇത്രയും ശബരിമല ഭഗവാന്റെ അടുത്ത് വഴിപാട് നടത്തി രസീത് എഴുതി വഴിപാട് നടത്തുന്ന ഭക്തന്മാർക്ക് മാത്രം കൊടുക്കുന്ന പ്രസാദമാണ്. ഈ പ്രസാദം ഈ കരിമീനും കഴിച്ചിട്ട് കുമരകത്ത് കിടന്ന് വന്നിട്ട് അവിടെ ഇരുന്ന ഈ 500 പേർക്ക് വിതരണം ചെയ്തു എന്ന് പറഞ്ഞ എന്തൊരു നാണക്കേടാണ്. ഇതൊക്കെ ഹിന്ദുമത വിശ്വാസികളെ ഏത് രീതിയിലും മോശമാക്കാം. അതിനുവേണ്ടി 50 ലക്ഷം രൂപയാണല്ലേ? അതിനുവേണ്ടി 50 ലക്ഷമാണ് കിറ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ കാണണ്ട. അല്ലല്ല, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. സാർ എങ്ങനെ വേണേലും കണ്ടോളൂ. തോന്നിയവാസം തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെയാണ്. അതിനൊക്കെ യോഗ്യത ഒന്നും അവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായിരുന്നില്ല. ഇത് 500 പേർ അവിടെ വന്ന് അവിടെ വന്നത് അയ്യപ്പ ഭക്തരായിരുന്നില്ല. അവിടെ 3000 അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ വരുമെന്നായിരുന്നു. രജിസ്റ്റർ ചെയ്ത് 3000 ആളുകൾ വരും, അതിൽ വിദേശത്ത് നിന്നുള്ളവർ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും. പക്ഷേ ആ രജിസ്ട്രേഷൻ എനിക്ക് തോന്നുന്നത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ രജിസ്റ്റർ ചെയ്തവർ വളരെ കുറവാണ് അവിടെ വന്നത്. ഞാനിവിടെ പോയതാണ്. ബാക്കിയുള്ളവർ സർക്കാർ ജീവനക്കാർ, വിവിധ വകുപ്പുകളിൽ അവിടെ വന്ന് ഇതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കുവാൻ വേണ്ടി വന്നവർ, PRDയുടെ ആളുകൾ, ഇവരൊക്കെയാണ് അവിടെ വന്നിരുന്നത്. ആ പന്തൽ നിറഞ്ഞില്ല. എന്നിട്ട് പോലും വലിയ ജർമ്മൻ പന്തലായിരുന്നുവല്ലോ. തൊഴിലാളികളെ നേരിട്ട് കണ്ടയാളാണ് ശ്രീ ജയേന്ദ്ര സാർ. അവിടെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച ആളാണ്. പക്ഷേ ശ്രീ ജയേന്ദ്ര സാർ അവിടെ ഉണ്ടായിരുന്നു. ഇതല്ലേ സംഭവിച്ചത് ശ്രീ ജയേന്ദ്രൻ അവിടെ ശരിക്കും? അല്ല, ഞാന് പറയണമെന്ന് ആഗ്രഹിക്കാത്തൊരു വിഷയം പ്രിയപ്പെട്ട ശ്രീ അനിലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതിൽ ഖേദമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ വിശ്വഹിന്ദു പരിഷത്ത് കുറെ ക്ഷേത്രങ്ങൾ പരിപാലിച്ചു പോരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് അതിന്റെയൊക്കെ ഒരു അവസ്ഥ? ഞങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് അത്യാവശ്യം മോഷ്ടിക്കുകയോ ചെയ്തുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ക്ഷേത്രവും നടത്തുന്നില്ല. താങ്കൾ ക്ഷേത്രത്തിലേക്ക് വരൂ. അവിടെ രീതിയിൽ തന്നെ ക്ഷേത്രങ്ങൾ 200-ൽ പരം ക്ഷേത്രങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്നുണ്ടെങ്കിൽ ഒരു കള്ളം കാണിച്ചിട്ടല്ല. ദയവായിട്ട് താങ്കൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിശ്വ ഹിന്ദു പരിഷത്തിനെ താരതമ്യം ചെയ്യില്ല. ഒരു സൈഡ് കള്ളന്മാരാൽ നയിക്കപ്പെടുന്ന ദേവസ്വം ബോർഡും വിശ്വ ഹിന്ദു സാമ്യവുമില്ല. എനിക്കറിയാം.
പിന്നെ നിങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയാമെന്ന്. ഇത് താരതമ്യമൊന്നും അല്ലെന്ന് എനിക്കറിയാമെന്ന്. എനിക്ക് നിങ്ങളെ PhD പറ്റി എന്നോട് അനിൽ പിള്ളയെ ക്ലാസ് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ തമ്മിലല്ലോ, നമ്മൾ തമ്മിലുള്ളതല്ലോ, നമ്മൾ തമ്മിൽ ചോദ്യോത്തരപന്തി അല്ലല്ലോ ഇത്. മഞ്ജുഷനോട് ഞാൻ അതിന് താങ്കൾക്ക് എന്റെ ഒരു അഭിപ്രായം പറയുന്നു. താങ്കളുടെ സമയത്ത് പറ്റുമെങ്കിൽ മറുപടി പറഞ്ഞോളൂ. അല്ലാതെ തൊടുകൈയോടെ എനിക്ക് മറുപടി പറയാൻ നമ്മൾ തമ്മിലുള്ള വാദപ്രതിവാദം അല്ല ഇത്. അതുകൊണ്ട് അതവിടെ നിർത്തൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ശബരിമലയിൽ പിന്നെ ഇത്രയും വലിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1252 ക്ഷേത്രങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഇപ്പൊ അവസാനത്തെ സീസണിൽ 430 കോടി രൂപയാണ് വരുമാനം. നമ്പർ 1 ആണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ ഈ ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. 16 കോടി രൂപ 2ാം സ്ഥാനം. അപ്പൊ ആ ഡിഫറൻസ് അറിയാമല്ലോ. പിന്നെ 21 സ്കൂളുകൾ, 6 കോളേജുകൾ, 4200ഓളം ജീവനക്കാർ, 5000ഓളം പെൻഷൻകാർ, അങ്ങനെയുള്ള 23 ആളുകൾ, ഇത്തരത്തിലുള്ള വിപുലമായ സംവിധാനമാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത്. അപ്പൊ അവിടെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കക്കാനും മൂട്ടിക്കാനും മുടിക്കാനും കയറിയിരിക്കുന്നതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുള്ളത് തടസ്സപ്പെടുത്താൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര മികച്ച ഭരണം ആളുകൾ നടത്തിയതൊന്നും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ജയകുമാർ സാറിനോട് പോലും പുള്ളി മോശക്കാരാണെന്ന് തോന്നുന്നു താങ്കൾ പറയേണ്ടി വരുന്നത്. ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കപ്പെടണം എന്നുള്ള തരത്തിലുള്ള ഈ ഡിസ്കഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ആർഗ്യുമെന്റ് ആണെങ്കിൽ അത് സുസ്വാഗതം. അതല്ലല്ലോ ചെയ്യുന്നത്. ഇത് മുഴുവൻ കുഴപ്പമാണ്. പിന്നെ ഹൈക്കോടതി ഉള്ളതുകൊണ്ട് മാത്രമാണ്, അതിന് സ്പെഷ്യൽ കമ്മീഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. ഇത്രയും വലിയ സംവിധാനത്തിൽ ഇങ്ങനെ കുഴപ്പം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പം നടത്താൻ ആവശ്യമായ സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ഹൈക്കോടതിയിൽ പിന്നെ 92 മുതലാണല്ലോ ദേവസ്വം ബെഞ്ച് ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഉണ്ടല്ലോ, അവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷേ ഓവറോൾ സൂപ്പർവിഷൻ മാത്രമേ ഉണ്ടായുള്ളൂ 2023 വരെ. 2023 പിന്നെ പ്രത്യേകമായി ഒരു ചുമതല ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കിട്ടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം പറയുമ്പോൾ. ഈ പിന്നെ പ്രളയം കവർച്ചയൊക്കെ 2004 നടക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് SIT-യോട്. അതല്ല നമ്മുടെ വിഷയം, അതല്ല നമ്മൾ പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഘമാണ്. അതിൻ്റെ അകത്ത് തട്ടിപ്പുകൾ നടത്താൻ ചിലർ പദ്ധതി ഇട്ടു എന്നും താങ്കളുടെയും ഇവിടെ ബാക്കിയുള്ളവരും പറഞ്ഞ ഇതുമായിട്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പദ്ധതി ഇട്ടു, പക്ഷെ അത് നടന്നില്ല. അതിന്റെ അത്തരത്തിലുള്ള പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത്തരത്തിലുള്ള കലാകാലം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടും എനിക്ക് വിയോജിപ്പില്ല. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അത് കണ്ടെത്തുക തന്നെ വേണം. അതിനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അത് തീർച്ചയായിട്ടും തന്നെയാണ്. ഇനി ബാക്കി ഒരു തുക ഉണ്ടല്ലോ, മിച്ചം ഈ 499 വരുന്നത്, ഹൈക്കോടതി അനുവദിച്ചാൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയൂ, ഇവർക്ക് എടുക്കാൻ കഴിയൂ. ഹൈക്കോടതി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് 27-ാം തീയതി നമുക്കറിയാം എന്താണ് പറയുന്നത് എന്നുള്ളത്. ഹൈക്കോടതി അനുവദിച്ചാൽ അവർക്ക് അത് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഹൈക്കോടതി പറയുമായിരിക്കും. പക്ഷെ ഇതൊരു വലിയൊരു അഴിമതിക്കല്ലോ, വലിയൊരു അഴിമതിയല്ലേ സാർ ഇത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.